ഇന്ന് റെഡിയാക്കി എടുക്കുന്നത് കേക്കുകളിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള വാഞ്ചോ കേക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് ഇത് കഴിക്കാനായിട്ട്. വാനില സ്പോഞ്ച് കേക്കും അതുപോലെ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കുമാണ് ഇതിന് ബേസായിട്ട് വരുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് മന്ന കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇനി കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് കേക്ക് ബേക്ക് ചെയ്തെടുക്കാനുള്ള ബേക്കിംഗ് ടിൻ ഒന്ന് റെഡിയാക്കി മാറ്റി വയ്ക്കാം. അതിനായിട്ട് ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ 2 ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ റൗണ്ടിൽ മുറിച്ച് വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പറും കൂടെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ബേക്കിംഗ് ടിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വാനില സ്പോഞ്ച് കേക്കാണ് ആദ്യം റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ടൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയും ഒക്കെ നല്ലതുപോലെ ഒന്ന് യോജിച്ച് വരട്ടെ. മുട്ടയും പഞ്ചസാരയും കൂടി ഏകദേശം ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. ഇത് രണ്ടും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണം. അടുത്തതായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഓപ്ഷണലാണ്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 പിഞ്ച് ബേക്കിംഗ് സോഡ. ഇത്രയും സാധനങ്ങൾ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി യോജിപ്പിച്ചിട്ട് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. ബാറ്റർ തിക്കാണെന്ന് തോന്നിയാൽ ഈ ഒരു സമയത്ത് കുറച്ചും കൂടെ പാല് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. വാനില സ്പോഞ്ച് കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 20 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ടാപ്പ് കൂടി ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായിട്ട് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് റെഡിയാക്കി എടുക്കാം. ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുവാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി വിസ്ക് വെച്ചിട്ട് തന്നെ ഇത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. മുട്ടയും പഞ്ചസാരയും കൂടെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. പാലിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഓയിൽ ചേർത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണം. അടുത്തതായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അരിപ്പയിലേക്ക് 1/3 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുക്കുവാണ്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് ബേക്കിംഗ് സോഡ. ഇത് നല്ലതുപോലെ അരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് വരുമ്പോൾ ബാറ്റർ കുറച്ച് തിക്കായിട്ട് തോന്നും. ആ ഒരു സമയത്ത് 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് മിക്സ് ചെയ്തിട്ട് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിനുള്ള ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 15 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുത്താൽ മതിയാകും. ഇനി ഇതൊന്ന് ടാപ്പും കൂടെ ചെയ്ത് കൊടുക്കണം. അടുത്തതായിട്ട് കേക്കിൽ ഒഴിച്ചു കൊടുക്കാനുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കാം. ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
വാനില സ്പോഞ്ച് കേക്കും ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കും ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇത് തണുത്ത് വന്നു കഴിഞ്ഞാൽ വാനില കേക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റണം. കേക്ക് 2 ലെയറായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് 1 ലെയർ മാത്രമേ ഉള്ളൂ. 3 ലെയറായിട്ടാണ് ഈ വാഞ്ചോ കേക്ക് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. ഇനി വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ബൗളിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുവാണ്. ഈ ക്രീം നല്ല സ്റ്റിഫ് പീക്സ് ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങളെടുക്കുന്ന ക്രീമിന് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാകും. ക്രീം ഇവിടെ നല്ലതുപോലെ സ്റ്റിഫായി വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. വിപ്പിംഗ് ക്രീമിന് പകരമായിട്ട് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്താലും മതി. ഇനി വേറൊരു ബൗളിലേക്ക് 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അടുത്തതായിട്ട് വേറെ 2 പാത്രം എടുക്കാം. അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. ഈ വെള്ളത്തിലേക്ക് ഡാർക്ക് ചോക്ലേറ്റിൻ്റെയും വൈറ്റ് ചോക്ലേറ്റിൻ്റെയും ആ ബൗളും കൂടെ ഇറക്കി വെച്ച് കൊടുക്കാം. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വെള്ളത്തിൽ ഇറക്കി വെക്കുന്നതിന് പകരമായിട്ട് വിപ്പിംഗ് ക്രീം ഒന്ന് ചൂടാക്കിയതിന് ശേഷം ചോക്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മെൽറ്റ് ചെയ്തെടുത്താലും മതിയാകും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോൾ ചോക്ലേറ്റ് നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ടാകും. ചോക്ലേറ്റ് നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്നും കുറച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാർക്ക് ചോക്ലേറ്റിൽ നിന്നും 2 ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീമാണ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. അടുത്തതായിട്ട് കേക്ക് ക്രീം ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്നാക്കി കൊടുക്കണം. കേക്ക് ക്രീം ചെയ്ത് വരുമ്പോൾ അടിയിൽ നിന്ന് ഇളകി മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ ലെയറായിട്ട് വാനില സ്പോഞ്ച് കേക്ക് വെച്ച് കൊടുക്കാം. കേക്കിന് മുകളിലായിട്ട് നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കണം. അതുപോലെ നമ്മുടെ വീട്ടിൽ മുറിക്കാനുള്ള കേക്കൊക്കെ ആണെങ്കിൽ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് ക്രീം ചെയ്തെടുത്താൽ മതി. കേക്ക് ബോർഡ് യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഷുഗർ സിറപ്പ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കേക്കിന് മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീമിന് മുകളിലായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. രണ്ടാമത്തെ ലെയറായിട്ട് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് വെച്ച് കൊടുക്കാം. ഈ കേക്കിന് മുകളിലായിട്ടും ഷുഗർ സിറപ്പ് നല്ലതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ചോക്ലേറ്റ് കേക്കിന് മുകളിലായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ആക്കി കൊടുക്കുന്നത്. ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്തു കഴിഞ്ഞാൽ സ്പാച്ചിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മൂന്നാമത്തെ ലെയറായിട്ട് വീണ്ടും വാനില സ്പോഞ്ച് കേക്ക് വെച്ച് കൊടുക്കാം. കേക്കിന് മുകളിലായിട്ട് ഷുഗർ സിറപ്പും കൂടി നല്ലതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. മൂന്ന് ലെയറായിട്ടാണ് ഞാനിവിടെ കേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ക്രീം വെച്ചിട്ട് കേക്ക് ഫുള്ളായിട്ടും കവർ ചെയ്തെടുക്കണം. കേക്ക് ഫുള്ളായിട്ടും ക്രീം വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഒരു ഗ്ലാസ് വെച്ച് കൊടുക്കാം. ഗ്ലാസ്സിന് മുകളിലായിട്ട് ഈ കേക്ക് ബോർഡ് വെച്ച് കൊടുക്കണം. കേക്ക് ബോർഡ് വെച്ച് കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് വേണം വയ്ക്കാൻ, മറിഞ്ഞ് വീഴാതെ ഒന്ന് നോക്കണം. ഇനി കേക്കിന് മുകളിലായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുവാണ്. കേക്കിൻ്റെ മുകൾ ഭാഗത്തും സൈഡിലും ഒക്കെ നല്ലതുപോലെ ആകത്തക്ക രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്.
എക്സസ് ആയിട്ടുള്ള ചോക്ലേറ്റൊക്കെ ആ പ്ലേറ്റിലേക്ക് വന്ന് വീഴാൻ വേണ്ടിയിട്ടാണ് ഗ്ലാസ് വെച്ചിട്ട് അതിന് മുകളിൽ കേക്ക് വെച്ചിരിക്കുന്നത്. ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കും വാനില സ്പോഞ്ച് കേക്കും അതുപോലെ ചോക്ലേറ്റ് ഫ്രോസ്റ്റിങ്ങും ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ്, വൈറ്റ് ചോക്ലേറ്റ് ഗനാഷൊക്കെ ചേർന്നിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം കമൻസൊക്കെ അറിയിക്കണം. കേക്കിൽ മുഴുവനായിട്ടും വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇങ്ങനെ വരച്ചെടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. കേക്കിലേക്കുള്ള ഡിസൈനൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചെയ്യുന്നത്. ചോക്ലേറ്റ് വെച്ച് ഇങ്ങനെ മുഴുവൻ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൈ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുത്താൽ ഈ ഒരു ഡിസൈനിൽ കിട്ടും. അങ്ങനെ കേക്ക് ഡെക്കറേറ്റ് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത്. വേറൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.